Many politicians will see a farmer and they will say, oh, that is a farmer. ഉദാഹരണത്തിന് പല രാഷ്ട്രീയക്കാരും ഒരു കർഷകനെ കാണുമ്പോൾ പറയും, നോക്കൂ അതൊരു കർഷകനാണ് എന്ന് പറയും. My sister will never do that. എന്റെ സഹോദരി ഒരിക്കലും അത് ചെയ്യില്ല. My sister will see the farmer and then say, that is a father, that is a brother, he has a sister. She will try to understand that person. എന്റെ സഹോദരി ഒരു കർഷകനെ കാണുകയാണെങ്കിൽ ഒരിക്കലും പറയില്ല ഒരു കർഷകനാണെന്ന്. എന്റെ സഹോദരി എന്താണെന്നോ പറയുന്നത്, അതൊരു അച്ഛനാണ്, അതൊരു സഹോദരനാണ് എന്ന് പറഞ്ഞ അതൊരു മകനാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ മനസ്സിലാക്കാനായിരിക്കും എന്റെ സഹോദരി ശ്രമിക്കുക. She will try to understand what that person is going through. ആ മനുഷ്യൻ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാനാണ് എന്റെ സഹോദരി ശ്രമിക്കുക. Like we politicians will say, oh, the farmer is not getting the right price. സാധാരണ നിങ്ങൾ നോക്കൂ, സാധാരണ രാഷ്ട്രീയക്കാരെന്ന് പറയും, ആ കർഷകന് കൃത്യമായിട്ടുള്ള ശരിയായ വില ലഭിക്കുന്നില്ല. She will go and talk to the farmer and ask the farmer, how do you feel when you didn't get the right price? പക്ഷെ എൻ്റെ സഹോദരി എന്താണ് ചെയ്യുന്നത്? സഹോദരി പോയി ആ കർഷകനോട് സംസാരിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് കൃത്യമായ ശരിയായ വില കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്താ തോന്നിയത്? How did you feel when you could not pay your son's school fees? നിങ്ങൾക്ക് നിങ്ങളുടെ മകന്റെ സ്കൂൾ ഫീസ് കൊടുക്കാതിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ നിങ്ങൾക്ക് തോന്നിയതെന്നായിരിക്കും എൻ്റെ സഹോദരി ചോദിക്കുക. How did you feel when you saw your mother was in the ICU and you could not pay for her fees? നിങ്ങളുടെ അമ്മ ICUയിൽ കിടന്നപ്പോൾ ആ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ട പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയിട്ടുണ്ടാവുക എന്നാണ് സഹോദരി ചോദിക്കുക. So she's traveled a long distance from the little girl who was taking the photographs. എൻ്റെ സഹോദരി അന്ന് ഫോട്ടോ എടുത്ത ആ ചെറിയ പെൺകുട്ടിയിൽ നിന്നും ഒരുപാട് ദൂരം ഇന്ന് സഞ്ചരിച്ചു. And the distance traveled is all about understanding the other person. എൻ്റെ സഹോദരി സഞ്ചരിച്ച ഈ വലിയ ദൂരം എന്ന് പറയുന്നത് ആ ദൂരം മുഴുവൻ മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കിയാണ് ഈ ദൂരം സഞ്ചരിച്ചത്. Defending the interest of the other person. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ്. Everybody likes to put labels. He's a farmer. He's a laborer. He's a businessman. He's a Hindu. He's a Muslim. He's a Sikh. He's a Christian. She goes behind the label. നമ്മൾ എല്ലാവരും എന്താ പറയുന്നത്, എല്ലാവർക്കും ഓരോ അടയാളങ്ങൾ മേൽവിലാസം കൊടുക്കും. അത് കർഷകനാണ്, ഇത് തൊഴിലാളിയാണ്, ഇത് ബിസിനസ്സുകാരനാണ്, ഇത് ഹിന്ദു ആണ്, ക്രിസ്ത്യനാണ്, സിഖാണ്. പക്ഷെ എൻ്റെ സഹോദരി മനുഷ്യർക്ക് കൊടുക്കുന്ന ഈ എല്ലാ അടയാളങ്ങൾക്കും മേൽവിലാസങ്ങൾക്കും ഉപരിയായി ചിന്തിക്കുന്ന ആളാണ്. She understands that the beauty is that everybody has millions and millions of labels. അദ്ദേഹം എൻ്റെ സഹോദരി മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറയോ? ഇതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ലക്ഷക്കണക്കിന് അടയാളങ്ങളുണ്ട്, വിലാസങ്ങളുണ്ട്. Every single person is unique. Everything is unique. ഓരോരുത്തരും വ്യത്യസ്തതയുള്ള സ്വഭാവമാണ്. എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. Someone might see a weakness, she will see a strength. മറ്റൊരാൾ ഏറ്റവും ദുർബലമായി കാണുന്നിടത്ത് എൻ്റെ സഹോദരി കാണുന്നത് ഒരു പക്ഷേ ഏറ്റവും വലിയ ശക്തിയായിരിക്കും. That is my sister. അതാണ് എൻ്റെ സഹോദരി. Now I am lucky to have her as a sister. I am lucky to have her as a sister. ഇങ്ങനെ ഒരു സഹോദരിയെ ലഭിക്കാൻ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുള്ള ആളാണ്. Now you are also lucky to have her as a sister. ഇപ്പൊ ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരിയെ സഹോദരിയായിട്ട് കിട്ടാൻ നിങ്ങളും ഭാഗ്യം ചെയ്തവരാണ്.